പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പെന്തക്കോസ്താ ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് അപ്പസ്തോല പ്രവർത്തനം 2:4 വചനം വെളിപ്പെടുത്തുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനായി ദാഹിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം, പരിശുദ്ധ പിതാവ് ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം ദൈവജനത്തെ ഉത്ബോധിപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാവിനായിട്ടുള്ള ദാഹം ഒരു വ്യക്തിയിൽ ഇല്ലാത്തിടത്തോളം കാലം ആത്മാവിന് ജീവിതത്തിലേക്ക് കടന്നു വരിക അസാധ്യമാണ്. കാരണം യുവജന മതബോധന ഗ്രന്ഥത്തിലെ 120 ചോദ്യത്തിൽ പറയുന്നില്ലേ, അതിന് നൽകുന്ന ആൻസർ ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് മാന്യനായ അതിഥിയാണ്. ആരുടെ ജീവിതത്തിലേക്കും അവൻ വലിഞ്ഞേറി വരികയില്ല. പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തണമേ. ഒരു ദൈവ പൈതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിയന്താവായി കടന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനായിട്ട് ഈ ദിനത്തിൽ ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് ഇന്ന ദിവസം നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും സമയം ഉണ്ടാക്കി ദിവികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഹല്ലേലൂയ. ഇന്ന് അച്ഛൻ്റെ ആങ്ങണ്ടൂർ ഇടവകയിൽ ആത്മാഭിഷേക ദിനമാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെങ്കിൽ, അന്ന് ഒരു 5:30 വൈകിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. എന്നിട്ട് ഒരു 1.5-2 മണിക്കൂറൊക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് പരിശുദ്ധ കുമ്പസാരം നടക്കും. പിന്നെ ധാരാളം ദൈവജനം പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിക്കും. ഇന്ന് പെന്തക്കോസ്താ ദിനമായതുകൊണ്ട് ശരിക്കും ആങ്ങണ്ടൂർ നിവാസികളെ സംബന്ധിച്ച് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കണം. ഈശോ ഈ ഒരു പെന്തക്കോസ്താ ദിനത്തിൽ വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് ചൊരിയാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.